അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് സിദ്ദിഖ്. ഞാൻ ആലുവ തുരുത്ത് സ്വദേശിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. എൻ്റെ ഉമ്മാനെ ഒരു മാസത്തോളമായിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കിയേക്കാണ്. എൻ്റെ ഉമ്മാക്ക് സെപ്സിസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ട് കാലിൽ ഇൻഫെക്ഷനായി. അത് ബ്ലഡിൽ കലർന്നു. അത് പിന്നീട് വൃക്കയിലോട്ടും കരളിനെയും ബാധിച്ചു. തലയ്ക്കും കാര്യമായിട്ടുള്ള ഇത് സംഭവിച്ചിട്ടുണ്ട്. 7 ദിവസം വെന്റിലേറ്ററിലായിരുന്നു ഉമ്മ. ഇപ്പോൾ നിലവിൽ ഉമ്മാക്ക് 4 സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു സർജറി വേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് 7 ലക്ഷം രൂപയോളം ചെലവ് ഇവിടെ വന്നേക്കാണ്. അതെന്റെ കുടുംബക്കാരും എന്റെ സുഹൃത്തുക്കളും എന്നെ അറിയാവുന്നവരും അറിയാത്തവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ചികിത്സയ്ക്ക് ഒരുപാട് പൈസ 20 ലക്ഷം രൂപയോളം ഇനി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ സഹായം എനിക്ക് വേണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ സഹായം തേടുന്നത്. അതുകൊണ്ട് ഞാൻ പടച്ചവനെ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുകയാണ്. എൻ്റെ ഉമ്മാനെ നിങ്ങൾ സഹായിക്കണം, ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷൈൻ കെ മൊയ്തീനാണ്. കൂടെ PMS സലാംബായി ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയുടെ മുമ്പിൽ ഈ നിൽക്കുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന ആലുവ തുരുത്ത് സ്വദേശിയായ ചെറുപ്പക്കാരന്റെ ഉമ്മ ജലീനക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചികിത്സക്ക് സഹായം തേടാനായിട്ടാണ്. ചെറുപ്പക്കാരന്റെ വാക്കുകൾ പോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കേണ്ട വരുന്ന ഒരു അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. 7 ലക്ഷത്തോളം രൂപ ഇതുവരെ ചികിത്സക്ക് ചെലവായിട്ടുണ്ട്. അത് തന്നെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരൊക്കെ സഹായിച്ചതിന്റെ പേരിൽ മാത്രമാണ് ബില്ലടക്കാൻ കഴിഞ്ഞു. ഇനി 20 ലക്ഷത്തോളം രൂപ സർജറിക്ക് ഉൾപ്പെടെ ചെലവ് വരും. ഒരു നിവൃത്തിയില്ല. നമ്മുടെ മുമ്പിൽ കൈനീട്ടുകയല്ലാതെ ഒരു ചെറുപ്പക്കാരനാണ്, നമ്മുടെ സഹോദരനായിട്ട് മകനായിട്ട് ഇക്കയായിട്ട് എല്ലാവരും ഏറ്റെടുക്കണം. കഴിവിന്റെ പരമാവധി ഈ സഹോദരിക്ക് വേണ്ടി ചികിത്സക്ക് വേണ്ടിയിട്ട് എല്ലാവരും എത്തിച്ചെടുക്കണം. ദുആ ചെയ്യണം ഉമ്മാക്ക് വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. ഈ സെപ്സിസ് എന്ന് പറയുന്ന ഒരു അസുഖം വന്ന് കാലിലെ തൊലിയെല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പോ അതിന് ബ്ലഡിന്റെ ഇൻഫെക്ഷൻ വന്നിട്ട് കിഡ്നിക്കും തലച്ചോറിനും ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഈ സഹോദരി കിടക്കുന്നത്. ഒരു നിർവാഹവും അവരുടെ മുൻപിലില്ല. ഇനി ഒരു മേജർ സർജറിയാണ് ആവശ്യം. ഏകദേശം 4 സർജറി ഇതിനു മുമ്പ് കഴിഞ്ഞു. ഇനി ഒരു മേജർ സർജറിയാണ് വേണ്ടത്. ആ സർജറിക്ക് ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ അവരുടെ അവസ്ഥയിൽ ഈ രാത്രിയിൽ വന്ന് നമ്മുടെ മുമ്പിൽ കൈനീട്ടണമെങ്കിൽ അത്രയും ദയനീയമാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. കൈയൊഴിയരുത് സഹോദരന്മാരെ. കാണുന്നവർ ഇത് ഏറ്റെടുക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ കൈയൊഴിയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.